ഗുഡ് മോർണിംഗ്. കൊല്ലം സ്റ്റോറീസ് മോർണിംഗ് അപ്ഡേറ്റ്സ്. വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ വിരോധത്തിൽ വീടുകൾക്ക് നേരെ പെട്രോൾ ബോംബെറിഞ്ഞ സംഭവത്തിൽ കാപ്പ പ്രതി ഉൾപ്പെടെ 4 പേർ പിടിയിൽ. കല്ലുംതാഴം കൊട്ടുംപുറത്ത് വീട്ടിൽ നിഷാദ്, കല്ലുംതാഴം ശാന്തി ഭവനത്തിൽ എള്ളുവിളയിൽ പ്രശാന്ത്, കരിക്കോട് ചേരിയിൽ പുന്നേത്ത് വയൽഭാഗം ലക്ഷ്മി ഭവനത്തിൽ അമൽരാജ്, സഹോദരൻ അഖിൽരാജ് എന്നിവരാണ് കിളികല്ലൂർ പോലീസിന്റെ പിടിയിലായത്. നിഷാദ് കാപ്പ പ്രകാരം നടപടി നേരിട്ട ആളാണെന്ന് പോലീസ് പറഞ്ഞു. മറ്റുള്ളവരും വിവിധ കേസുകളിൽ പ്രതികളാണ്. കിളികല്ലൂർ പറങ്കിമാമ്പിളയിൽ വീടുകൾക്ക് നേരെ വ്യാഴാഴ്ച പുലർച്ചെയാണ് ആക്രമണമുണ്ടായത്. ഡൽഹിയിലെ ഗ്രേറ്റ് നോയിഡയിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനായി കൊല്ലം സ്വദേശിയും ദ്രോണാചാര്യ പുരസ്കാര ജേതാവുമായ ഡി ചന്ദ്രലാലിനെ തിരഞ്ഞെടുത്തു. 16 മുതൽ 20 വരെയാണ് മത്സരങ്ങൾ. ഇന്ത്യ ആദ്യമായാണ് വേൾഡ് ബോക്സിംഗ് കപ്പ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയരാകുന്നത്. ചന്ദ്രലാൽ നിലവിൽ ദേശീയ ബോക്സിംഗ് അസോസിയേഷൻ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനും കേരള സ്റ്റേറ്റ് അമച്വർ ബോക്സിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമാണ്. ആര്യങ്കാവ് അതിർത്തി വഴി തമിഴ്നാട്ടിൽ നിന്നടക്കം മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നു. മണ്ഡലകാലം പ്രമാണിച്ച് കേരളത്തിലേക്ക് നിത്യോപയോഗ ഭക്ഷ്യവസ്തുക്കളുടെ വരവ് കൂടിയിട്ടുണ്ട്. വെളിച്ചെണ്ണ, എണ്ണയിൽ വറുത്തെടുത്ത പലഹാരം ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളിലാണ് മായം കലർന്നതായി പരാതിയുള്ളത്. ആര്യങ്കാവ് കോട്ടവാസൽ അതിർത്തി മുതൽ പുനലൂർ, പത്തനാപുരം തുടങ്ങി ജില്ലയ്ക്ക് അകത്തേക്കും പുറത്തേക്കും ആര്യങ്കാവ് വഴി വൻതോതിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 11,645, പവന് 93,160.